എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിലെ ഒരു കവിതയാണ് പരിചയപ്പെടുന്നത്. ഏക് ചന്ദ മുക്ത് കവിത, ഒരു വൃദ്ധരഹിതമായ ഒരു കവിതയാണ് പരിചയപ്പെടുന്നത്. കവിതയുടെ പേര് ബോൺസായി എന്നാണ്. സാധാരണ കവിതകളെ പോലെ ഇസ്മയും വർണ്ണനാത്മകി അപേക്ഷ വർണ്ണനാത്മകമായിട്ടുള്ളതായിരിക്കും സാധാരണ കവിതകൾ. ലേക്കിൻ എന്നാൽ ഇവിടെ വിചാർ ഔർ ഭാവവും കി അധികം മഹത്വ ദേനയിൽ, ചിന്തകൾക്കും ഭാവങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. ബോൺസായി എന്ന് പറയുന്നത് ഈ കവിത എഴുതിയതാരാണ്? സുധാ ഉപാധ്യായ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സുധാ ഉപാധ്യായെ പരിചയപ്പെടാം. ആധുനിക ഹിന്ദി സാഹിത്യമേയും സുധാ ഉപാധ്യായിക്ക് മഹത്വപൂർണ്ണ സ്വതന്ത്ര വ്യക്തിത്വ ഹേ, സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു സാഹിത്യകാരിയാണ് സുധാ ഉപാധ്യായ് എന്ന് പറയുന്നത്. വേ ആം ആദ്മിക്ക് സമസ്യവും കേന്ദ്രരേഖകൾ, ആം ആദ്മി എന്ന് വെച്ചാൽ സാധാരണ വർഗത്തിൻ്റെ പ്രശ്നങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് കവിതയെയും രചനയെയും ലിഖിനെ വാലി ഏക്ക് കവയത്രി, ഒരു സാഹിത്യകാരിയാണ് സുധാ ഉപാധ്യായ്. ഐസിയേക്ക് കവിത, അങ്ങനെയുള്ള ഒരു കവിതയാണ് ബോൺസായി എന്ന് പറയുന്നത്. കവിത പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ കവിത വെറുതെ കവിതയായി പഠിക്കാതെ, വെറുതെ 10 വരി വായിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആന്തരികമായ ഒരുപാട് അർത്ഥതലങ്ങൾ ഈ കവിതയ്ക്കുണ്ട്. അപ്പം ഏക് ബോൺസായി എന്ന് പറയുന്ന സ്ത്രീക്കോ ഏക് ബോൺസായിക്ക് പേടിക്കെ രൂപയും ചിത്രിതേ, സ്ത്രീയെയാണ് ഒരു ബോൺസായി പേടായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ബോൺസായി കവിത സ്ത്രീക്ക് ആവാസിയെ, ബോൺസായി കവിത എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബ്ദമാണ്. സ്ത്രീക്ക് മനോദശാക്കോ സമച്ചിനയുമേയും, സ്ത്രീകളുടെ മാനസിക ദശ മനസ്സിലാക്കുവാൻ വേണ്ടി മദത് കർണേ വാലി കൈ പ്രതീക്, ഒരുപാട് പ്രതീകങ്ങൾ ഈ കവിതയിൽ തന്നിട്ടുണ്ട്. ഈ ബോൺസായിയെക്കുറിച്ച് പറഞ്ഞ് ഈ കവിതയിൽ 4 ഭാഗങ്ങൾ, 10 വരികളാണ് മൊത്തം ഉള്ളതെങ്കിലും 4 അംശ യാ ടുക്കടെ, 4 അംശങ്ങൾ, 4 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കാം. പ്രാരംഭിക അംശത്തിലാണെങ്കിൽ ബോൺസായി മാലിക് സെ കവിത, മാലിക്കിനോട് പറയുന്ന ഭാഗമുണ്ട്. എന്താണ്? തുമ്നെ മുझे खुले ആംഗൻ സെ നികാൽക്കർ, നിങ്ങൾ എന്നെ തുറസായ മുറ്റത്ത് നിന്നും പറിച്ച് സുന്ദർ ഗമലേമേ ലഗാലിയ, എന്ത് ചെയ്തിരിക്കുന്നു? ഒരു മനോഹരമായ പൂച്ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ഭാഗം. ഇതിൻ്റെ അർത്ഥം ഒന്ന്, ബോൺസായിക്ക രൂപ ബദൽ ഗയ, നമ്മളൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ രൂപം മാറുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ അകലെ അംശമേ, രണ്ടാമത്തെ അംശത്തിലാണെങ്കിൽ മൗസം കെ സാത്താത്ത്, കാലാവസ്ഥ മാറുന്നതിനോടൊപ്പം ബോൺസായി ഫൂല് ഫല് ലഘുജാനും, ബോൺസായിക്ക് എന്ത് ചെയ്യും? ഫൂലും ഫലങ്ങളും ഒക്കെ ലഭിച്ചു തുടങ്ങും. അപ്പോൾ അത് കാണുമ്പോൾ മാലിക് ഡർ ജാത്താഹെ എന്ന് പറയുന്ന രണ്ടാമത്തെ അംശം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഉസേ ഗമലേസെ ഉഖാഡ്കർ, ഗമലെ പൂച്ചട്ടിയിൽ നിന്നും അതിനെ പറിച്ചിട്ട് ധൂരേപ്പർ എന്ന് വെച്ചാൽ കജരേപ്പർ, ചപ്പുചവറുകളിലെ ഭേങ്ക് ദിയ, അപ്പോൾ അതിൻ്റെ ഭാഗം മാറുന്നു. അടുത്ത 4ാമത്തെ അന്തിമ അംശം എന്ന് പറയുന്ന ബോൺസായി ലോകോംസെ കകുത്തേഹി പറയുകയാണ് ധൂരേപ്പർ, അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ധൂരേപ്പർ, ആ ചപ്പുചവറുകൾ ജഡയും ഫൈൽഹീഹെ, വേരുകൾ ഇങ്ങനെ വ്യാപിച്ചു പോയി എന്ന് പറയുന്ന ഈ 4 ഭാഗങ്ങൾ നമ്മൾ ഈ കവിതയിൽ നിന്നും പ്രാരംഭികമായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കവിതയിലേക്ക് പോകാം. എല്ലാവരും കവിത ശ്രദ്ധിക്കാം. തുമ്നെ ആങ്കൻ സേ ഖോദ് കർ, ഖോദിനാന്ന് വെച്ചാൽ കിളച്ചെടുക്കുക, ആങ്കൻ സേ ഖോദ് കർ, മുറ്റത്ത് നിന്ന് കിളച്ചെടുത്തിട്ട് മുझे ലഗാ ദിയ സുന്ദർ ഗമലേമേം, എന്നെ എവിടേക്ക് പറിച്ചു നട്ടു എന്നാണ്? ഒരു സുന്ദർ ഗമലയിലേക്ക് പറിച്ചു നട്ടു എന്ന് പറഞ്ഞാൽ ഇസ് ഗമലേമേം ലഗ് ദേനെ സേ ഉസ് പൗദാക്കോ ക്യാ ക്യാ പരിവർത്തൻ ഹോ സക്താ ഹേ, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വൃക്ഷത്തിന് മുറ്റത്ത് നിന്നും കിളച്ചെടുത്ത് ഗമലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ്? പൗദോം കി സ്വാഭാവിക വാതാവരൺ സെ നികൽക്കർ, ചെടികളെ സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റിയിട്ട് ഗർക്കി അന്തർരഹിനെ പർ, വീട്ടിനുള്ളിലേക്ക് മാറ്റുമ്പോൾ ഉസ്കാ സ്വാഭാവിക രൂപ ബദൽ ജായേക, അതിൻ്റെ സ്വാഭാവികമായ രൂപം മാറുന്നു. വികാസ് രുക്ക് ജായേക, വികാസം മുരടിച്ചു പോകുന്നു. കംസോർ ഹോ ജായേങ്കെ, അതെന്ത് ചെയ്യുന്നു? കുറച്ച് ദുർബലമായി തീരാൻ തുടങ്ങുന്നു. അപ്പം പൗദോം കോ ആങ്കൻ സെ ഖോദ്കരേക്ക് സുന്ദർ ഗമലേമേ ലഗാ ഗയാ എന്ന് പറയുന്ന വരി പറഞ്ഞിട്ട് പറയുന്നു, മുച്ചയെ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? മുझे ലഗാ ദിയ സുന്ദർ ഗമലേമേം, ഇസ്കാ മതലബ് ക്യാ ഹേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊരുൾ എന്താണ്? സ്ത്രീക്കോ സമാജ് ദ്വാരേക്ക് സജാവട്ടി വസ്തുവിൻ്റെ രൂപം ദേക്കാ ജാത്ത, സ്ത്രീകളെ സമൂഹം എന്താ കാണുന്നത്? ഏക്ക് സജാവട്ടി വസ്തുവിൻ്റെ, ഒരു അലങ്കാര വസ്തുവായിട്ടാണ് ദേഖ് ജാത്താഹെ കാണപ്പെടുന്നത്. അപ്പനീ ഭാവനാവും അവർ ഇച്ഛാവും പൂർത്തീകരിക്കുക, തൻ്റെ ഭാവനകളെയും ചിന്തകളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടുന്നില്ല എന്ന് ഈ ബോൺസായി എന്ന കവിതയിലൂടെ പറയുന്നു.
ഫിർ സജാലിയ ഗർക്കെ ഡ്രായിങ് റൂമേം ഫിർ സജാലി എന്നെ അലങ്കരിച്ചു. സജാന എന്ന് വെച്ചാൽ അലങ്കരിക്കുക, അലങ്കരിച്ചു. ഡ്രായിങ് റൂമിലേക്ക് അലങ്കരിച്ചു. ഹർ ആനെ ജാനെ വാലെ ബഡി ഹസ്രത്ത് സെ ദേഖ്ത. ഹസ്രത്ത് ദേഖ്ന എന്ന് പറഞ്ഞാൽ ലാലസാക്കെ സാത്ത് ദേഖ്ന, അല്ലെ ഹൈരാനി സെ ദേഖ്ന, ആശ്ചര്യത്തോടു കൂടി നോക്കുക, ആഗ്രഹത്തോട് മോഹത്തോടു കൂടി നോക്കാൻ തുടങ്ങി എന്നാ പറയും. ഫിർ എന്ന് ഇതുണ്ട് മുച്ചേ ഗർക്കെ ഡ്രായിങ് റൂമേം സജായ ഗെ, എന്നെ എവിടേക്ക് അലങ്കരിച്ചു? ഡ്രായിങ് റൂമിലേക്ക് അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഹർ ആനേവാല വ്യക്തി, എല്ലാ വ്യക്തികളും എന്ത് ചെയ്ത് മുച്ചേ ബഡി ഹൈരാനീസ് ദേഖ്താഹെ, എന്നെ എന്ത് ചെയ്ത് വളരെ അത്ഭുതത്തോടു കൂടി നോക്കി. അപ്പോൾ ഡ്രായിങ് റൂമേം ബോൺസായിക്കോ അതിഥി ലഗ ആശ്ചര്യസെ ക്യോം ദേഖ്തേ രഹേ, എന്തുകൊണ്ടാണ് ആശ്ചര്യത്തോടു കൂടിയിട്ട് നോക്കാൻ കാരണമെന്താണ്? അപ്പം സ്വാഭാവിക രൂപം നഷ്ടു ഹോനേപ്പർ, സ്വാഭാവികമായ രൂപം നഷ്ടപ്പെട്ടു പോയപ്പോൾ ബോൺസായി ലോകം കേലിയേക്ക് പ്രദർശന വസ്തു ബോൺസായി എന്തായി? ആളുകൾക്ക് ഒരു പ്രദർശന വസ്തുവായി. ഉസ്ക അസ്വാഭാവിക രൂപ ദേഖക്കർ ലോക ആശ്ചര്യസെ, അതിൻ്റെ അസ്വാഭാവികമായ രൂപം കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആശ്ചര്യപ്പെട്ടു നോക്കാൻ തുടങ്ങി. और धीरे धीरे അങ്ങനെ പതുക്കെ പതുക്കെ മൈം ബോൺസായി മീൻ തബ്ദീൽ ഹോഗൈ, ഞാൻ എന്തായിട്ട് മാറി? ബോൺസായി ആയിട്ട് ഞാൻ മാറി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിവിടെ നോക്കുക, ധീരെ ധീരെ മൈം ബോൺസായി മീൻ തബ്ദീൽ ഹോഗൈ. ഇസ്സെ ഇതിൽ നിന്നും ആപ്നെ ക്യാ സമച്ച, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഗർക്കെ അന്തർ ഗമലേമേ രഹേ, വീട്ടിനുള്ളിൽ പൂച്ചട്ടിയിൽ വെച്ച ബോൺസായിക്ക് സ്വാഭാവിക ജീവൻ ബിതാനേക്ക, ആ ചെടിക്ക് സ്വാഭാവികമായ ജീവിതം നയിക്കുവാനുള്ള ക്ഷമത നഷ്ടു ഹോഗൈ എന്നർത്ഥം. വഹ് ബോൺസായി കാ രൂപ് ധാരൻ കർനെ കോ മസ്ബൂർ ഹോ ഗയ. മസ്ബൂർ ഹോനാന്ന് വെച്ചാൽ നിർബന്ധിതമാകുക. ബോൺസായി എന്ന രൂപത്തിൽ മാറാനായിട്ട് ആ ചെടി എന്തിയിരിക്കുന്നത്? നിർബന്ധിതമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞ? ബോൺസായി കവിത എന്ന് പറയുന്നത് സ്ത്രീ ശബ്ദമാണ്. സ്ത്രീ की മനോദശा का समझने के मदद करने वाली एक कविता है എന്ന് പറയുന്നത്. एक ബോൺസായി एक पेड़ के रूप में, ബോൺസായി के पेड़ के रूप में स्त्री को चित्रित किया है. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.